Hi friends, once again welcome back. ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡർ ആണ്, അതായത് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത സമയത്ത് അപ്പം നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ചെയ്യണം, അതായത് നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ മൊബൈലോ അങ്ങനെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയും അതേപോലെ തന്നെ മറ്റുള്ള ഓൺലൈൻ, അതായത് SBI മിറർ ആപ്ലിക്കേഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിലും ഏത് മൊബൈലിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തായിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിങ്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്കത് പേയ്മെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇത് കൂടുതൽ വീഡിയോകളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. സോ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അതുവഴി നമ്മളെ മെസ്സേജ് അയച്ച് സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളവിടെ SIB നെറ്റ് ബാങ്കിങ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ടു ഇന്റർനെറ്റ് ബാങ്കിങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിതാ ഈ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴത്തായിട്ട് ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും, ന്യൂ യൂസർ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നാല് കാര്യങ്ങൾ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഒരു ഇന്റർനെറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ്. അതുപോലെ സ്റ്റെപ്പ് 2 ATM കാർഡ് വാലിഡേഷൻ ആണ്. പിന്നെ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തത്തിൽ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ആ അക്കൗണ്ട് നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം താഴത്തെ ബോക്സിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, അതായത് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നൽകിയിട്ടുള്ള അതേ ഇമെയിൽ ID നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ ഒരു ക്യാപ്ച കാണാൻ സാധിക്കും. സോ ഈ ഒരു ക്യാപ്ച നിങ്ങൾ ഈ ഒരു ബോക്സിൽ താഴത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബോക്സിൽ അതേപോലെ നിങ്ങൾ എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക്, അതായത് ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഗെറ്റ് മൈ OTP എന്ന ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ OTP എന്ന് പറഞ്ഞ ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ATM കാർഡ് വാലിഡേഷൻ ആണ്. അത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് എൻ്റർ കാർഡ് നമ്പർ. അപ്പോൾ നിങ്ങളുടെ ATM കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. 16 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അവിടെ ATM കാർഡിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന 16 ഡിജിറ്റ് നമ്പേഴ്സാണ്. അതിനുശേഷം നിങ്ങൾ ATMൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ അടിക്കുന്ന പിൻ നമ്പർ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡിൽ നിങ്ങൾക്ക് എക്സ്പയറി, അതായത് നിങ്ങളുടെ ATM കാർഡിൻ്റെ വാലിഡിറ്റി കാണാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ഇയറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് രണ്ടും നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ഈ താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ മെയിൻ സ്റ്റെപ്പ്. ഈ ഒരു യൂസർ ID നിങ്ങൾ മറക്കാതെ തന്നെ യൂസർ ID ക്രിയേറ്റ് ചെയ്ത് വെക്കണം, മറക്കാത്ത ഒരു യൂസർ ID. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടൊരു യൂസർ ID നമ്മളെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു പ്രിഫേർഡിൽ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് എൻ്റർ യൂസർ ID എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിപ്പം എൻ്റർ ചെയ്ത് കാണിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഞാൻ അവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ചെക്ക് അവൈലബിലിറ്റി എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂസർ ID വേറെ ആരെങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനിപ്പം നിങ്ങൾ ഈ ഒരു യൂസർ ID തന്നെ വേറെ ഏതെങ്കിലും മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ ചെക്ക് അവൈലബിലിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വേറെ ആരും യൂസർ ID എടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ യൂസർ ID ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഒരു ലോഗിൻ പാസ്വേഡ്, അതായത് നമ്മൾ ഈ ഒരു നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ ID-യും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യുക. അപ്പം ആ ഒരു ലോഗിൻ പാസ്വേഡാണ്, മറക്കാതെ ഒരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കൺഫേം ലോഗിൻ പാസ്വേഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പിന്നെ മൂന്നാമതൊരു ബോക്സിൽ എൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡാണ്, അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിക്ക് ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൊബൈൽ റീചാർജോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാസ്വേഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കൺഫേം ട്രാൻസാക്ഷൻ പാസ്വേഡ്. അപ്പോൾ ഈ 4 ബോക്സിലും നിങ്ങൾ മറക്കാത്ത ഒരു പാസ്വേഡ് തന്നെ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് 2 ബോക്സിലും ലോഗിൻ പാസ്വേഡാണ്, 3ഉം 4ഉം ബോക്സിലുള്ളത് ട്രാൻസാക്ഷൻ പാസ്വേഡാണ്. പിന്നെ ഈ ഒരു പാസ്വേഡ് ഇടുമ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. മിനിമം 8 ക്യാരക്ടർ വേണം. അതിൽ 4 ഡിസ്റ്റൻസ് ക്യാരക്ടേഴ്സ്, നോ സ്പേസ് ആർ അലൗഡ് എന്നൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം ഞാനൊരു ഫോർമാറ്റ് സ്ക്രീനിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കണ്ട് അതേപോലെ നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പാസ്വേഡ് നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും, ഡിയർ കസ്റ്റമർ യുവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെറ്റ് ബാങ്കിങ് യൂസർ ID ഈസ് AF ടോക്സ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ യൂസർ ID-യും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗോ ടു ലോഗിൻ എന്ന ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിൻഡോ എങ്ങനെയായിരുന്നു ആ ഒരു വിൻഡോയിലോട്ട് എത്തുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ യൂസർ ID കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ ID നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ലോഗിൻ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ച കാണാൻ സാധിക്കും ഒരു ബോക്സിൽ. ആ ഒരു ബോക്സിലത്തെ ക്യാപ്ച താഴെ ഈ ഒരു ബോക്സിലും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണ് ആ ഒരു ക്യാപ്ച ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗിൻ എന്ന ബട്ടൺ. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ SIBയുടെ ഇൻ്റർനെറ്റ് ബാങ്കിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരിക. ഇത് ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് അടിക്ക് സ്ക്രോൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തായിട്ട് ഇവിടെ എഗ്രി എന്ന കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബട്ടൺ മസ്റ്റായിട്ട് തന്നെ എഗ്രി ക്ലിക്ക് ചെയ്യണം. ഡിസഗ്രി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം അവിടെ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ വിൻഡോ അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, സക്സസ്ഫുൾ ലോഗിൻ ഐഡൻറ്റിഫൈഡ് ഇൻ യുവർ നെറ്റ് ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മളിപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ബാലൻസും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായി കൊണ്ട് തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ക്വിക്ക് ലിങ്ക്സ് ഉണ്ട്, അതായത് നമ്മൾ ഏത് ട്രാൻസ്ഫർ ചെയ്യാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുവഴി ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇതുവഴി നമുക്ക് എങ്ങനെ മറ്റുള്ള അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴോട്ട് ഒന്നും കൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ DTH റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ് ബാങ്കിങ് ആണ് നമ്മളെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വ്യൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ കിട്ടിയതിന് ശേഷം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.